ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 എന്നതങ്ങളുടെ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം ഈ ഭവനത്തിൽ വസിക്കുമാറാകണമേ. ഇതിലുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ. ഇതിന്റെ വരവ് ചെലവുകൾ നിന്റെ വിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനും നീതിയുടെ സംരക്ഷണത്തിനുമായിരിക്കണമേ. നിങ്ങൾ നിന്നുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് ഇതിനെ അഭിവൃദ്ധിപ്പെടുത്തണമേ. ഇതിൽ വസിക്കുന്നവർക്ക് മുഖപ്രസാദം നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിങ്ങളുടെ രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളും നിന്നെ പ്രസാദിപ്പിക്കുന്നവരുമായിരിക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ യോഗ്യരായി തീരണമേ.
പാപികൾക്കായി തുറന്നിരിക്കുന്ന കർണകളുടെ വാതിലും മരണമുള്ളവരെ ജീവിപ്പിച്ച ജീവന്റെ തുറമുഖവും വിശുദ്ധരെ ശുദ്ധീകരിക്കുന്ന വെടിപ്പാക്കുന്ന സോപ്പായും മാലിന്യമുള്ളവരെ വെളുപ്പിച്ച നിർമ്മലമാക്കുന്ന തലപ്പിമാരിക്കുന്ന മുഷിക തമ്പുരാന് ഭവനവാഴ്വിൻ്റെ ഈ നേരത്തും നമ്മുടെ ആയുഷിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും യാചനകൾ നൽകുന്നവനുമായ ദൈവമായ കർത്താവേ, ആദ്യ കടിഞ്ഞൂലായ ഹാബേലിന്റെ കാഴ്ച കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഹാനോക്ക് തന്റെ ശുശ്രൂഷയാൽ നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിക്കുമാറാകണമേ. നീതിമാനായ നോഹിന്റെ യാഗത്തിൽ നീ പ്രസാദിച്ചതുപോലെ ഞങ്ങളുടെ അധിരത്തിന്റെ ഫലത്താൽ നീ പ്രസാദിക്കണമേ. നിന്റെ സ്നേഹിതനായ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസം നിനക്ക് സന്തോഷമായതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് സന്തോഷകരമായിരിക്കണമേ. നീതിമാനായ യോബിന്റെ അടുക്കൽ നിന്നും ദുഷ്ടനായ ലജ്ജിച്ചു പോയതുപോലെ ഈ വീടിന്റെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിക്കുമാറാകണമേ. ശ്രേഷ്ഠ പുരോഹിതനായ അഹ്റോന്റെ ധൂപത്താൽ ഇസ്രായേൽ ജനതയിൽ നിന്നും വസന്തം നിരോധിക്കപ്പെട്ടതുപോലെ കഠിന ശിക്ഷകളും കോപത്തിന്റെ പടികളും ഞങ്ങളിൽ നിന്നും നിരോധിക്കപ്പെടുമാറാകണമേ. പുരോഹിതനായ സ്കറിയായുടെ ശുശ്രൂഷയെങ്കിൽ നിന്റെ പ്രസംഗകനായ യോഹന്നാനെ പറ്റി അവന് പ്രത്യാശയുണ്ടായതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ജീവന്റെയും രക്ഷയുടെയും പ്രത്യാശ ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ. കർത്താവേ, ചുങ്കക്കാരനായ സഖയോട് ക്ഷമിച്ചതുപോലെ നിന്റെ തിരുവചനത്താൽ ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. കർത്താവേ, ഭാഗ്യവാന്മാരായ സ്ലീഹന്മാരുടെ പ്രധാനിയായ ശമയോന്റെ അപേക്ഷ കൈക്കൊണ്ടതുപോലെ അനേക പാപങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. ആ പാപിനിയായ സ്ത്രീയുടെ കുറ്റങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അനേക കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ആ സ്ത്രീ അവളുടെ വിഷമമായ വേദനയിൽ നിന്ന് സ്വസ്ഥത പ്രാപിച്ചതിന് മുഖാന്തരമായ ആ നിന്റെ നിത്യമായ കരുണ ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കുമാറാകണമേ. ജ്ഞാനായ സ്ത്രീയുടെ മകളിൽ നിന്നും ദുഷ്ടനെ ഓടിച്ചതുപോലെ പ്രതിയോഗിയുടെ ശക്തിയെ ഞങ്ങളിൽ നിന്നും ദൂരത്താക്കണമേ. ഉത്കൃഷ്ട പുരുഷനായ ദാനിയേലിന് നൽകിയതുപോലെ നിന്റെ സന്ധിയിൽ ഞങ്ങൾക്ക് ജയം നൽകണമേ. കത്തുന്ന അഗ്നിച്ചൂളയിൽ വെച്ച് ഹനന്യായ മുതലായവരുടെ ബന്ധനങ്ങളെ നീ അഴിച്ചതുപോലെ ദുഷ്ടപിശാചുക്കളുടെ ബന്ധനങ്ങളെ ഞങ്ങളിൽ നിന്നും അഴിക്കണമേ. നിന്റെ പട്ടക്കാരും ശുശ്രൂഷകന്മാരും നിന്റെ ഇഷ്ടം ചെയ്ത് നിറവേറ്റുവാനും നിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ അവർ സത്യമുള്ളവരായിരിക്കാനും നിന്റെ തിരുവചനം പോലെ ഭയത്തോടെ നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാനും നിന്റെ വിശുദ്ധ വഴികളിൽ നടപ്പാനും കർത്തൃ സംബന്ധവും ജീവപ്രദവുമായ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും അവർക്ക് കൃപ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനത്തിനു വേണ്ടിയും ഇതിൽ പാർക്കുന്നവർക്ക് വേണ്ടിയും അനുഗ്രഹങ്ങളും കരുണയും നിന്നോട് യാചിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് നിന്റെ അടിയാരായ ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നതിൽ പ്രവേശിക്കുമാറാകണമേ. ഈ ഭവനം ശ്രേഷ്ഠത പ്രാപിക്കുകയും ഇതിൽ വസിക്കുന്നവർ ജയത്തോടെ രക്ഷിക്കപ്പെടുകയും നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേച്ചിൽ സ്ഥലങ്ങളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മകൾ കൊണ്ട് തൃപ്തിപ്പെടുകയും ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങളിൽ നിന്ന് കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളോട് കരുണയുള്ളവനും അനുതാപികളിൽ ഇഷ്ടമുള്ളവനുമായ കർത്താവേ, നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി പോലെ ഞങ്ങളോട് ദയ തോന്നി ഞങ്ങളുടെ മേലനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, തിരുവുള്ളമുണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. Light in the darkness, my God, that is who you are. You are waymaker, miracle worker, promise keep. Light in the darkness, my God, that is who you are. You are here, touching every heart. I worship you. I worship you. You are here. നീ പട്ടണകാത്തുള്ളില്ലെങ്കിൽ നിന്റെ കാവൽക്കാവത ജാഗരണം ചെയ്യുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് കേൾക്കണമേ. തക്കാട് വീട്ടിൽ പ്രവേശിച്ചവൻ അബ്രഹാമിന് പുത്രനാകൊണ്ട് ഇന്ന് ഈ രക്ഷയുണ്ടായി എന്ന് അല്ലിച്ചത് ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായെ ഈ ഭവത്തിൽ പാർക്കുന്നതോടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും ഇന്നവരെയും കൃപയും കരുണയും ആചരിക്കുന്ന വലങ്കയെ ആവശ്യപ്പിച്ച് അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസവും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. സകല ദുഷ്ടപെരുമാറ്റങ്ങളെയും അകറ്റിക്കളയണമേ. ഇവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകുമാറാക്കണമേ.
വൈഷമ്യമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രയാസമുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും ദുഷ്ടന്റെ എല്ലാ കൗശലങ്ങളിൽ നിന്നും ഇവരെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ കണ്ണട കണ്ണാടി വസസ്ഥലത്തെയും പാർക്കുന്നവരെയും കടാക്ഷിച്ച് ഇവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്നും നോട്ടം വിടാതെ രാവും പകലും ചെറുകിലോട് മറച്ചു കൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർവ്വമായി ചെയ്യുവാനും വരുവാനിക്കുന്ന ലോകത്തിൽ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ജീവൻ നൽകുന്നതുമായ ശ്ലീബായുടെ അടയാളത്താൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നതിനാൽ ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീരട്ടെ. പരിമളതൈലത്തിലുമധികം വാസനയേറും രക്ഷകനേ പരിശുദ്ധാത്മാവാലേ നിൻ അണിയാലേ ശുദ്ധം ചെയ്യുക. സൗമൻകാലോ കുറിയേതായി സ്വഭാവേ മുതലായ വാഴ്ത്തകളും പ്രാർത്ഥനയും പരിമളമാർച്ചുകർത്താവേ നീ പാപികളാം ഞങ്ങളുടെ ഓന്റെ ധൂപം കൊണ്ട് ഇസ്രായേലിന്റെ വസന്തവിരോധിച്ച രക്ഷകർത്താവേ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപരോഗം നീക്കിവം നീ ദാസരുടെ പ്രാർത്ഥനയെ നീ കേട്ട് ധൂപം പരിമളമായി കൈ സർവലോകങ്ങളെ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിന്മാരും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധികളെ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മോചനത്തിലുള്ള മാമോദീസ പറഞ്ഞ് മരിച്ചവരും ഒരുപാട് ജീവനും ഞങ്ങൾ ചെയ്യുന്നു. ആമേൻ. ഈ ഭവനത്തിൽ ചേർന്ന് വന്ന് ഈ ഭവനത്തെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ ചെയ്തുവല്ലോ. പ്രകാരം ഒരു പുതിയ ഭവനം ഇവിടെ നിർമ്മിക്കണം എന്ന് ആലോചിച്ച നിമിഷം മുതൽ ധാരാളം ദൈവകൃപ അനുഭവിക്കാൻ സഹായിച്ചുവല്ലോ. അതിൻ്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾ, പണി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തക്ക സമയത്ത് യാതൊരു പ്രയാസവും കൂടാതെ ഏറ്റവും ഭംഗിയായി മനോഹരമായി ഇത് ഇന്ന് പൂർത്തീകരിച്ച് ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിപ്പാൻ ഇടയായത് തീർച്ചയായും ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ വിനയപ്പെടുകയും ദൈവം നമുക്ക് നന്മകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയും നൽകുമ്പോൾ ദൈവ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അനുതാപത്തോടെ വിനയഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഇതൊരു ഫിസിക്കൽ സ്ട്രക്ചറായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ ഇത് മുദ്രയിട്ട് ദൈവം വസിക്കുന്ന ഒരു ഭവനമായി വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്.
24/7 എപ്പോഴും ദൈവം ഈ ഭവനത്തിൽ വസിക്കുമ്പോൾ കർത്താവിന് ഹിതകരമായ രീതിയിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ സംസാരങ്ങളും ബന്ധങ്ങളും ഇടപാടുകളും ഒക്കെ നയിപ്പാനായിട്ട് സാധിക്കണം. ക്രമമായി രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുവാനും കർത്താവിനെ നായകനായി സ്വീകരിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ഏറ്റവും ധന്യമായ ജീവിതം നയിപ്പാൻ കുടുംബമായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സക്കായുടെ ഭവനത്തിൽ യേശുക്രിസ്തു പ്രവേശിച്ചതാണല്ലോ ഇപ്പോൾ ഏവൻഗേലിയൻ ഭാഗമായി വായിച്ചു. സക്കായി നല്ല ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ശമ്പളവും അതോടൊപ്പം അന്യായമായും അദ്ദേഹം പല സമ്പാദ്യങ്ങൾ വാരിക്കൂട്ടി. എന്നാൽ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിച്ചില്ല. ഏകാന്തതയും നിരാശയുമായിരുന്നു അതിൻ്റെ ഫലം. എന്നാൽ കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിക്കുകയും കർത്താവ് ആ ഭവനത്തിൽ വരികയും ആ കർത്താവ് ആ ഭവനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ വീണ്ടും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് നമ്മൾ വായിച്ചു. രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ അത് പ്രായോഗിക തലത്തിലും നമ്മളിവിടെ കണ്ടു. എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, അന്യായമായി വാങ്ങിയിട്ടുള്ള 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകും, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇവിടെ പ്രകാരം ഒരു ഭവനം ഇവിടെ നിർമ്മിച്ചപ്പോൾ ദൈവം നിങ്ങൾക്ക് നൽകിയ നന്മകൾ അത് മറ്റുള്ളവർക്ക് പങ്കിട്ട് നൽകുവാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കും. ഒരു സിമെന്റ് കെട്ടിടത്തിൻ്റെ ആയുസ്സും കൂടി വന്നാൽ 40-50 വർഷം എടുക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ലക്ഷം രൂപ മുടക്കുമ്പോൾ ഇത് താൽക്കാലികമാണ്. നിത്യമായ ഒരു ഭവനം ദൈവം നമുക്ക് ഒരുക്കുന്നു. ആ ഭവനത്തിൻ്റെ അവകാശികളായി തിരികെയാണ് നമ്മളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ആ ഭവനത്തിൻ്റെ അവകാശികളായി തീരത്തക്കവണ്ണം നമ്മളുടെ ജീവിതത്തെ ക്രമീകരിപ്പാനും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിപ്പാനും ഇടയായിത്തീരണം. ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെ നാമത്തിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ, ആളകം സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെയും വിവിധ സംഘടനകളിലും ഒക്കെ സജീവമായി നേതൃത്വം നൽകുന്നവരും എല്ലാ സംഘടനകളുടെയും നാമത്തിലൊക്കെയുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കും. ദൈവം നിങ്ങളെ കുടുംബമായി തുടർന്നും ബലപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായെ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ഞങ്ങൾക്ക് വേണ്ടി കൈപ്പണിയല്ലാത്ത ഭവനങ്ങൾ ഒരുക്കുന്നവനായ ദൈവമായ കർത്താവെ, കൈപ്പണിയായ ഭവനങ്ങൾ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജീവിത ഉപകാരങ്ങളെയും നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് പല ഭാഗത്തും ഒരുമിച്ച് ഇവിടെ വന്ന് എൻ്റെ മക്കളുടെ പുതിയ ഭവനത്തിൽ നിൽപ്പാൻ ഇത് പ്രാർത്ഥനയോടെ മുദ്ര ഉത്തരവിലൂടെ നിനക്കായി വേദനിപ്പാതക്കവണ്ണം നിന്റെയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്തു. കർത്താവെ, ഇന്ന് പാർക്കുമ്പോൾ കർത്താവെ, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് വേണ്ടി നന്ദി പറയുവാനും ഇപ്പോൾ കേട്ടതുപോലെ സമൂഹമായി പങ്കുവയ്ക്കുന്ന അനുഭവത്തിലേക്ക് നന്മകളെ പകരുവാനും എൻ്റെ മക്കൾ സഹായിക്കണം അപേക്ഷിക്കുന്നു. കർത്താവെ, കുടുംബമാണ് ഒന്നിച്ചൂടെ പാർക്കുമ്പോൾ ദൈവം നന്മകളോട് നന്ദി വർഷങ്ങളൊക്കെ സൃഷ്ടിച്ചെല്ലാം ഞാൻ പാർക്കുന്ന ഭവനം മറ്റുള്ള കേട്ടപ്പോൾ ആൾക്കാരെ എത്തുവാൻ തക്കോളം സഹായിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി മാറുന്നു അനുവദിക്കാൻ